നിർത്തിച്ച സംസാരമൊക്കെ. ഇത്ര നേരമായി ഞാൻ ഈ വേഷം കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്. കല്യാണം നടത്തച്ചാ. വാ നിവിൻ, വാ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? എന്നെ നീ ഇവിടെ വിട്ടിട്ട് പോവോന്ന് പറ നിവിൻ. ഞാൻ എന്തിനാ പിന്നെ ഇത്രയും കാലം കാത്തിരുന്ന്? എന്തിനാന്ന് പറ. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു നിന്റെ ഈ അഹങ്കാരം. പെണ്ണുങ്ങളായ കുറച്ചെങ്കിലും നിലത്ത് നിൽക്കണോടി. രാജി, കല്യാണം നടക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത്. അതിനാര് കല്യാണം നടത്തുന്നു? പണ്ടെന്നോ പറഞ്ഞ ഒരു വാക്കിന്റെ പേരില് ഇവനെ ഇത്രയും കാലം ഞങ്ങൾ വിഷമിപ്പിച്ചു. അത്രയും മതി. ഇനി ഇവന്റെ ഭാവി തൊലയ്ക്കാൻ വയ്യ. ഞങ്ങൾ ഇവനെ കൂട്ടിക്കൊണ്ടു പോവാ. ജയപാലേട്ടനെ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്. വാടാ, വാ സത്യടാ. രാജി, നിക്കാനാ പറഞ്ഞ. പറഞ്ഞ പോലെ പണി പറ്റിച്ചു കളഞ്ഞല്ലോടി നീ. ആ ജയപാലിനെ തറ പറ്റിച്ചു കളഞ്ഞില്ലേ? തോട്ടത്തിന്റെ പണം വാങ്ങിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വലിയ അഭിമാനിയായിരുന്നില്ലേ ജയപാലൻ? നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടുന്ന ആറിയില്ലേ? ആ, ഇനിയിപ്പോ തലയും കൊണ്ടിട്ട് നടക്കാം. അവൻ നാറിയ പോരാ, വെള്ളം കിട്ടാതെ പുഴുവരിച്ച് ചാകണം. അവൻ കാരണമല്ലേ എൻ്റെ അരവിന്ദൻ. ഞാൻ ആരെ ശപിച്ചിട്ടില്ല ഇതുവരെ. ചോറ് വാരിക്കൊടുത്ത് വളർത്തിയ ഒരുത്തനെ ശപിക്കേണ്ടി വന്നല്ലോ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ജയപാലിന് ഇപ്പൊ നാണക്കേട് കാരണം വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുവാണെന്നോ? ഒരു ചുക്കുമില്ല. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ള അയാൾക്ക് ഇതൊക്കെ ഒരു നാണക്കേടാണോ? അയാൾക്ക് എന്ത് നഷ്ടം വന്നെന്ന്? കുറച്ച് പണമോ? അതൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല. അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമൊന്നും അല്ലല്ലോ നമുക്ക് എടുത്തു തന്നത്. നമ്മുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കബളിപ്പിച്ചെടുത്തതിൽ ഒരു ഭാഗം മാത്രമല്ലേ. കണക്ക് പറഞ്ഞ ഇനിയും പണം ജയപാലിന്റെ കയ്യിലുണ്ട്. അയാളിപ്പോ കല്യാണം കഴിഞ്ഞ മകൾക്കും മരുമകനും ഒപ്പം ഹാപ്പി ആയിട്ട് പന്തലിരുന്ന് സദ്യ ഉണ്ടെന്നുണ്ടാവും. ഇപ്പോഴും അയാളുടെ കാര്യം പറഞ്ഞ് ശരിക്കും മൂഡൌട്ടായിട്ട് ഇരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? യമുന പറഞ്ഞതാമേ ശരി. ജയപാലനടക്കം ഇവിടെയുള്ള വേദനകളും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇവിടെ തന്നെ നമുക്ക് വിട്ടിട്ട് പോവാം. ഓർമ്മകളടക്കം വേദനിപ്പിക്കുന്നതൊന്നും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. മുന്നിലൊരു പുതിയ തുടക്കമുണ്ടെന്ന് പ്രതീക്ഷിക്കാം.
മോളെ രാഗിണി, അച്ഛാ, അച്ഛാ, നിവിൻ പോയച്ചാ, നിവിൻ പോയി. അച്ഛാ, നിവിൻ അവൻ എന്നെ വിട്ടിട്ട് പോയി. എന്റെ ജീവിതം പോയില്ലേ മോളെ. അച്ഛാ, അച്ഛൻ അവനെ കൊണ്ടുവരാൻ പറ്റോ? എന്റെ നിവിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റോ? മോളെ കൊണ്ടുവരാൻ പറ്റോ? ചേച്ചി, മോളെ രാഗിണി, കൊണ്ടുവരാൻ പറ്റോ? കൊണ്ടുവരാൻ പറ്റോ? രാഗിണി, കൊണ്ടുവരാൻ പറ്റോ? നിർത്താൻ. കൊണ്ടുവരാൻ പറ്റോ? രാഗിണി, വിനീതേട്ടാ, തിരുവനന്തപുരത്ത് നമ്മൾ താമസിക്കാൻ ചെല്ലുന്ന വീടിന്റെ ഓണറെ വിളിച്ച് നമ്മൾ എത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഹൗസ് ഓണർ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെയാണോ അതോ കുറച്ച് ദൂരെയാണോ താമസിക്കുന്നത്? അതറിയില്ല. അറിയില്ലെന്നോ? അല്ല, നമ്മൾ ചെല്ലുമ്പോൾ താക്കോല് വാങ്ങണ്ടേ? ഏത് താക്കോല്? വിനീതേട്ടാ, താമസിക്കാൻ പോകുന്ന വീടിന്റെ താക്കോല്. അത് ശരിയാണല്ലോ. അയാളുടെ നമ്പറില്ലേ കയ്യില്? അത് ബേബിച്ചേട്ടൻ തന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഒന്ന് വിളിച്ചു നോക്കൂ. കോള് കിട്ടുന്നില്ല ഗംഗ. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം. അമ്മേ, രണ്ടാൾക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ, സപ്പോർട്ട് ചെയ്തതിന്. നിനക്കിപ്പോ സന്തോഷായിട്ടുണ്ടാവുമല്ലോ. എന്താ അമ്മേ? കല്യാണം മുടങ്ങണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നീ മണ്ഡപത്തിലിരുന്നത്? മുടങ്ങിയപ്പോ സന്തോഷായിട്ടുണ്ടാവുമല്ലോ. അമ്മേ, അയാള് ആ ജയപാൽ ഞങ്ങൾ പണം തട്ടിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ? ഞാനാണോ കല്യാണം മുടക്കിയേ? എടാ, ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിലും ഈ കല്യാണത്തിന് നീ തയ്യാറായിരുന്നോ? പറയടാ. അവന്റെ ഒരു അഭിനയം. രാജി, താനിങ്ങി വന്നേ, വാ വന്നേ.
ചോദിച്ചു വാങ്ങിച്ചതല്ലേ, വെച്ചോ. ജയപാല, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇനി ബാക്കി എന്താ വേണ്ടെന്ന് വെച്ചാ നോക്കണ്ടേ? ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കിയിട്ടങ്ങ് പോയില്ലേ? ജയപാല നിന്റെ അനിയത്തിയുടെ മോനല്ലേ നിവിൻ? അവനെ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം നടത്താൻ നോക്ക്. ഏയ്, അവൻ ഈ കല്യാണത്തിന് ഒരു താല്പര്യമില്ല. അതിന് നടക്കൊന്നും തോന്നുന്നില്ല. എന്നാര് പറഞ്ഞു? അവന്റെ മുഖം കണ്ട അറിയില്ലേ? എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണമെന്ന് ആഗ്രഹം കൊണ്ടാണ് നടക്കുന്നേ. മാത്രമല്ല, ആ വനിതാ ഇല്ലേ, നിവിനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ. രണ്ടാളും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാന്നാ പറയുന്നേ. ഈ കല്യാണം മുടക്കാൻ വേണ്ടി ആരെയൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവക്ക് പോസ്റ്റും കിട്ടിയത്. ഇതൊക്കെ മുടങ്ങുന്ന നേരത്തെ നിശ്ചയിച്ചതാ. പാവം ജയപാലൻ മാത്രം മണ്ടനായിപ്പോയി. എന്റെ പൊന്നു ബാബച്ചേട്ടൻ ഒന്നും ഉണ്ടായിരിക്കും. എന്റെ അച്ഛനാകെ തിളച്ചു വെക്കുക. നിങ്ങൾ വീണ്ടും തീക്കൊള്ളി കൊണ്ട് ഇട്ട് കൊടുക്കല്ലേ? ആ, ബെസ്റ്റ്. ഞങ്ങളാ ഇപ്പൊ തീക്കൊള്ളി കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. നിന്റെ രാജേശ്വരി ആന്റിയൊക്കെ കൂടി ജയപാലനെ ചതിച്ച കാര്യമായി പറയുന്നത്. വലിയ വീരവാദം പറഞ്ഞിരുന്ന നിന്റെ അച്ഛൻ ഇനി നേരെ ചൊവ്വേ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂടാ? 50 ലക്ഷം പോയത് പോട്ടെ, അതുപോലെയാണോ മാനം? ഇവൻ ഇനി പുറത്തിറങ്ങുമ്പോ സ്വന്തം കൂട്ടുകാരനെ ചതിച്ചു കൊന്നെന്ന് പറഞ്ഞ് നാട്ടുകാർ ഇവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പില്ലേ? അയ്യോ, വേണ്ട സർ. ജയപാല, അതിന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? ജയപാലൻ ചതിയന് പഞ്ചാബ് നോക്കിയ അരവിന്ദനെ മാത്രമല്ല, എല്ലാരും ചതിക്കും, എല്ലാരും ചതിക്കും. നിനക്കൊക്കെ കാശും ജീവനും വേണമെങ്കിലേ മര്യാദകൾ അറിയിപ്പോക്കണം. ജയപാല, ഇവരെന്തോ ചെയ്തു എന്ന് വെച്ച് എല്ലാവരോടും ഒരുപോലെ പെരുമാറരുത്. എനിക്ക് ആരും കാണാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങിക്കുമല്ല. ജയപാല, നിനക്ക് ഭ്രാന്താണോ? അതാടാ, എനിക്ക് ഭ്രാന്താ. എനിക്ക് ഭ്രാന്താ. അച്ഛാ വേണ്ട. എന്റെ മോളെ കല്യാണം മുടങ്ങിയേ, എന്റെ മോളെ കല്യാണം മുടങ്ങിയേ. അത് ഞാനങ്ങ് സഹിച്ച് കേട്ടല്ല. അയ്യോ ജയപാല, എന്താ ഇത്? നീ മിണ്ടരുത്, നീ മിണ്ടരുത്. എല്ലാവരും പൊക്കോ, എല്ലാവരും അറിയിക്കണം. ഒന്നിനോട് കണ്ടുപോരുത്, കണ്ടുപോരുത്. ഇറങ്ങടാ ജയപാലേട്ടാ. എല്ലാത്തിനോട് അച്ഛാ വേണ്ട, മതി. എന്ത് ഭ്രാന്താണ് കാണിച്ചത്? ബന്ധുക്കളെ നാട്ടുകാരൊക്കെ തല്ലി ഓടിക്കുവാണോ? നിന്റെ അടുത്ത് മിണ്ടായിരിക്കാനാ ഞാൻ പറഞ്ഞേ. ഞാൻ വീണ്ടും എന്ത് ഭ്രാന്താണ് കാണിച്ചത്? ബന്ധുക്കളെ നാട്ടുകാരൊക്കെ തല്ലി ഓടിക്കുവാണോ? നിന്റെ അടുത്ത് മിണ്ടായിരിക്കാനാ ഞാൻ പറഞ്ഞേ. ഞാൻ വീണ്ടും നീന് ഇഷ്ടമല്ല ഈ കല്യാണത്തിനെങ്കില് അവൾക്ക് വേറെ ബന്ധം ആലോചിക്കാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, എന്നിട്ട് കേട്ടോ? അനിയത്തിയുടെ മോനാണ്, കുഞ്ഞിനാളിലെ പറഞ്ഞുറപ്പിച്ച ബന്ധമാണ്. ഇത് ഞാൻ നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തെറ്റിച്ചത് ആരാ? ജയപാലേട്ടനല്ലേ? ജയപാലേട്ടന്റെ ഒറ്റ ആളുടെ കുഴപ്പം കൊണ്ടാ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. പിന്നെ എന്തിനാ നാട്ടുകാരെ ബന്ധുക്കളൊക്കെ ഓടിച്ചു വിടുന്നത്? നിന്നോടാ മിണ്ടായിരിക്കാൻ പറഞ്ഞത്. തൊട്ടു പോരുതെന്റെ അമ്മേ.
മക്കളെ മോളെ. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങൾ ഒറ്റ ഒരാളാ ഇതിനെല്ലാം കാരണം. എന്റെ കല്യാണം മുടങ്ങിയതും ജീവിതം തകർന്നതും എല്ലാം നിങ്ങൾ കാരണം. നിങ്ങൾക്കറിയോ, ഈ നിൽക്കുന്ന സ്ത്രീയെ ഒരു അമ്മയായിട്ടല്ല, നിങ്ങളുടെ ഒരു സെർവന്റ് ആയിട്ടാ ഞാൻ കണ്ടോണ്ടിരുന്നത്. ബ്രഷില് ടൂത്ത് പേസ്റ്റ് വെച്ച് തരുന്നത് മുതൽ ബെഡ്ഷീറ്റ് വിരിച്ച് കിടത്തി ഉറക്കുന്നത് വരെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു മെയ്ഡ്. അവർക്ക് ശമ്പളമില്ല, ഇവിടുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാം. അതിനിടയ്ക്ക് നിങ്ങളുടെ ആട്ടും തുപ്പും കേൾക്കണം, ചീത്തവിളി കേൾക്കണം, ഇടയ്ക്ക് ഇതുപോലെ തല്ലും കൊള്ളണം. അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെങ്കിലും നിങ്ങളോട് എനിക്ക് വിരോധവും ദേഷ്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹവും വിശ്വാസവും എന്നല്ല, നിങ്ങളുടെ ഒരു ഫാനായിരുന്നു ഞാൻ. നിങ്ങളായിരുന്നു എന്റെ ഹീറോ. സ്കൂളിലോട്ട് പല ടീച്ചേഴ്സും ചോദിക്കും എന്റെ ഫേവറേറ്റ് ഹീറോ ആരാന്ന്. എല്ലാ കുട്ടികളും പലരുടെയും പേര് പറയും. പക്ഷെ ഞാൻ പറയും മൈ ഡാഡ്, ജയബാലൻ. മുതിർന്നപ്പോഴും അതിലൊരു വ്യത്യാസവും വന്നില്ല. മൈ ഡാഡ് വാസ് എ റിയൽ ഹീറോ. നിങ്ങളായിരുന്നു അച്ഛ, നിങ്ങളായിരുന്നു എന്റെ റിയൽ ഹീറോ. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം മനസ്സിൽ കാണുന്നതിന് മുന്നേ എന്റെ കയ്യിലെത്തിക്കാൻ കഴിവുള്ള ആളായിരുന്നു എന്റെ അച്ഛൻ, ഇന്നലെ വരെ. എന്നിട്ട് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയോ? ഇല്ല. എന്റെ നിവിന്, അവനെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ എന്നേക്കുമായിട്ട്. അവൻ എന്നെയല്ല കാവേരിയാ ഇഷ്ടമെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തത് ഭാവിച്ചോ? നിങ്ങളോട് ഒരു അക്ഷരമെങ്കിലും ചോദിച്ചോ? കാരണം എനിക്ക് എന്റെ അച്ഛനെ വിശ്വാസമായിരുന്നു. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞ അതിലൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കല്യാണത്തിന് ഫ്രണ്ട്സിനെ വിളിക്കാൻ, ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാൻ എന്തിനെങ്കിലും നിവിൻ വന്നോ? എന്തിനെങ്കിലും നിവിൻ കൂടെ വന്നോ? എന്താ അച്ഛൻ ഇങ്ങനെയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ? അപ്പൊ അച്ഛൻ പറയും എല്ലാം ഞാൻ നോക്കിക്കോളാന്ന്. ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ആശ്വസിക്കാൻ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ അച്ഛ? നിവിനെ അവൾ ആ കാവേരി കൊണ്ടുപോയില്ലേ? എന്താ അച്ഛ എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ? അപ്പൊ അച്ഛൻ പറയും എല്ലാം ഞാൻ നോക്കിക്കോളാന്ന്. ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ആശ്വസിക്കാൻ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ അച്ഛ? നിവിനെ അവൾ ആ കാവേരി കൊണ്ടുപോയില്ലേ? എന്താ മോളെ നീ പറയുന്നേ? എനിക്കറിയാമേ, കാവേരിയും കുടുംബവും തിരുവനന്തപുരത്തേക്ക് പോയില്ലേ? അതിന് പിന്നാലെ പുറപ്പെട്ടു പോയിട്ടുണ്ടാവും നിവിനും. അവരൊന്നിച്ച് ജീവിക്കും സന്തോഷായിട്ട്. ഞാൻ മാത്രം ഇവിടെ എല്ലാവരുടെ മുമ്പിൽ ഒരു കോമഡി പീസായിട്ട് ജീവിക്കും. അച്ഛനോടൊപ്പം വേണ്ടി പോരുന്നു നിങ്ങള്. അച്ഛനുണ്ട്. ഈ ഒരു വാക്ക് പറഞ്ഞ നിങ്ങൾ ഇത്രയും കാലം എന്നെ പറ്റിച്ചത്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ ജീവിതം തട്ടിത്തെറിക്കുമ്പോ എവിടെയായിരുന്നു ഈ അച്ഛൻ? മണ്ഡപത്തിൽ നിന്ന് ആന്റി അങ്കിളും കൂടെ നിവിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ എവിടെയായിരുന്നു ഈ അച്ഛൻ? നാട്ടുകാരെല്ലാരും കൂടെ എന്നെ പരിഹസിച്ച് ചിരിച്ചപ്പോ എവിടെയായിരുന്നു ഈ അച്ഛൻ? എവിടെ പോയിരുന്നു?
ചേച്ചി എവിടെ പോയി? പറ അച്ഛാ, പറ. ജയബാല, ജയബാല, നീ തോറ്റു. You are a total failure. ലോക തോൽവി. നിന്നെ കൊണ്ടിനി ഒന്നിനും സാധിക്കില്ല. പണത്തിന്റെ സ്വാധീനത്തിന്റെ മെയിൻ അടിച്ചുകൊണ്ട് ഇനി മുന്നിലേക്ക് വന്ന നാട്ടുകാരും മാത്രമല്ല, ഞാനും കാർക്കിച്ചു തുപ്പും ഈ മുഖത്ത്. സൂപ്പർ ഹീറോ അല്ല താൻ, സൂപ്പർ സീറോയാ. എ ബിഗ് സീറോ. ജയബാലേട്ടാ, മാറിയോട് മാറി നിൽക്ക്. മുത്തശ്ശിക്ക് ഇഷ്ടമായി പെൺകുട്ടിയെ. എനിക്കിങ്ങ് തന്നാലും കുഴപ്പമില്ല. ഇതുപോലൊരു മോളെ കിട്ടാൻ ആരാ കൊതിക്കാത്തത്? അവന്റെ കല്യാണോ ഇപ്പൊ ആകെ ഒരു സങ്കടം. പേരെന്താ പറഞ്ഞത്? നരേൻ. നരേൻ. താലികെട്ടിന് മുമ്പേ ഗൃഹപ്രവേശം. ദുരന്തങ്ങൾ ഓരോന്നായി പടികേറി വന്നപ്പോ പ്രശ്നം വെച്ച് നോക്കിയ പണിക്കരും പറഞ്ഞില്ല ആ വീടിന് തുറക്കണ്ടെന്ന്. പ്രശ്നത്തിൽ തെളിയുന്നത് ചുടുകാടാണെന്ന്. ഔട്ട് ഹൗസ് മാത്രമല്ല, നിന്റെ വീട്ടിൽ താമസിക്കുന്ന കൊച്ചു പിള്ളേരെ അടക്കം എല്ലാവരുടെയും എല്ലൊടിയും. നീ ഇങ്ങോട്ട് വാടാ ജയബാല, ബാക്കിയൊക്കെ നേരിട്ട്. പേടിക്കണ്ട, ഇനി കടൽ ഇളകി വന്നാലും ഇവനുണ്ട് കൂടെ.